ഹലോ, വെൽക്കം ബാക്ക് ടു അനീമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിരങ്ങ കറിയാണ്. ചിരങ്ങ താളിച്ചത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി കേട്ടോ, അത്രയ്ക്ക് ഈസിയാണ്. സോ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിരങ്ങ പോയി പറിക്കാം. ചിരങ്ങ നല്ലപോലെ കഴുകി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ, കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ ചുരണ്ടിയത് എടുത്തിട്ടുണ്ട്, 10 ചെറിയ ഉള്ളിയും 10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സറിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിരങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരിയതായിട്ട് വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു 10 പച്ചമുളക് നടുവിലൂടെ കീറിയതും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. 2 വിസിലാകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ചിരങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ അരച്ചൊരു കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും സ്റ്റവിൽ വെച്ച് കൊടുക്കാം. ഈ തേങ്ങ അരച്ച കൂട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളക്കണം. സോ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. പോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം. അതിനൊരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുക്കാം. പാൻ നല്ല പോലെ ചൂടായി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ, വേറെ ഓയിൽ യൂസ് ആക്കരുത്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വാങ്ങി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ്. അടിപൊളി ടേസ്റ്റുമാണ്, ഭയങ്കര ഹെൽത്തിയുമാണ്. 5 മിനിറ്റിനുള്ളിൽ തന്നെ കറി റെഡിയാക്കാം കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കടുക് വറുത്തിട്ടു. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.